രണ്ടാമത്തെ അതിന്റെ 11-ാം വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ നാം അറിയുമ്പോഴാണ് നമുക്ക് അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിയുന്നത്. ദൈവത്തെ അറിയുന്നു, നാം ദൈവത്തെ ഭയപ്പെടുന്നു. അപ്പോൾ തന്നെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒരു എതിരാളിയായ പിശാചുണ്ടെന്നും വ്യക്തമായി വിശ്വസിക്കണം. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. സാത്താന്റെ പദ്ധതികൾ, സാത്താന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കതിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. പരമപ്രധാനമായി സാത്താന്റെ തന്ത്രങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഒന്നാണ്, സാത്താൻ നമ്മളെ തെറ്റിച്ച് കളയുക, ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുക. ഏത് ലക്ഷ്യത്തിനായി ദൈവം നമ്മളെ വിളിച്ചോ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇസ്രായേൽ മക്കളെ വിളിച്ചത് കനാനിൽ പോകാനാണെങ്കിൽ മരുഭൂമിയിൽ അവരെ ശവങ്ങളാക്കി മാറ്റി, ശവപ്പറമ്പാക്കി മാറ്റി. അബ്രഹാമിനെ വിളിച്ചത് കനാനിൽ പോകാനാണെങ്കിൽ വഴിയിൽ വെച്ച് ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് വഴി തിരിച്ചു വിട്ടു. വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ പോയി കാണാനാണ് അവർക്ക് നിയോഗം ഉണ്ടായിരുന്നതെങ്കിലും യാത്രാമധ്യേ കൊട്ടാരത്തിലേക്ക് അവരുടെ വഴി മാറ്റി വിട്ടു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്കറിയാം. ശിംശോന്റെ ജീവിതത്തിലായാലും, ശലോമോന്റെ ജീവിതത്തിലായാലും, ദാവീദിന്റെ ജീവിതത്തിലായാലും, ഏതൊക്കെ വ്യക്തികളെ ദൈവം ഏതെല്ലാം ഉദ്ദേശത്തിനായി വിളിച്ചോ ആ ഉദ്ദേശത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു മാറ്റുന്ന ഒരു തന്ത്രമാണ് പിശാച് ഉപയോഗിക്കുന്നത്. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ നമ്മൾ പൂർണ്ണമായി ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ഞാൻ പൂർണ്ണമായി ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലാണോ ഇന്ന് രാത്രി ആയിരിക്കുന്നത്? ദൈവഹിതത്തിനകത്ത് തന്നെയാണോ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്? ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ ധന്യനാണെന്ന് എനിക്കറിയാം. ഇത് ഓരോ ദൈവമക്കളും തിരിച്ചറിയുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും നിലനിർത്തുവാനായിട്ട് കഴിയും. ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ആ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 24:4. ആരും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. എന്താ യേശു പറഞ്ഞത്? കർത്താവിന്റെ വരവിന്റെ അടയാളം എന്തെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് 3 ആവർത്തി അവരോട് പറയുന്ന ഒരേ പദം, ആരും നിങ്ങളെ, ശ്രദ്ധിക്കണം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം 11. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. വീണ്ടും ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കള്ളപ്രവാചകന്മാർ മുൻപോട്ട് വന്ന് അനേകരെ തെറ്റിക്കും. ഇനി അതിന്റെ 24-ാം വാക്യം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കും. ഇവിടെ 3 നിങ്ങൾ കാണുന്ന ഒരേ ശബ്ദം, ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. കള്ളക്രിസ്തുക്കൾ, ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുക്കൾ വരും, ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകന്മാർ വരും. ഇവരൊക്കെ വന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 3 വാക്യവും എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്? നമ്മൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? തെറ്റിപ്പോകാതിരിപ്പാൻ പരിശുദ്ധാത്മാവിനെ വഴികാട്ടിയായിട്ട് അയച്ചു തന്നിട്ടില്ലേ? തെറ്റിപ്പോകാതിരിപ്പാൻ ദൈവത്തിന്റെ വചനം നമുക്കറിയാവുന്ന ഭാഷയിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. തെറ്റിപ്പോകാതിരിപ്പാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് നിയോഗം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവും തിരുവെഴുത്തും യേശുക്രിസ്തുവും നടത്തുന്ന ദൈവത്തിന്റെ ദാസന്മാരും എല്ലാം നമ്മളെ പണിയുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാ, നമ്മൾ തെറ്റിപ്പോകാതിരിപ്പാൻ. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോകാനുള്ള കാരണങ്ങൾ എന്താ? ആരെ നമ്മളെ തെറ്റിക്കുന്നത്? 5 കാരണങ്ങൾ ഈ രാത്രി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 5 കാരണങ്ങൾ. ഒന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ
തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ട് ദൈവമക്കൾ തെറ്റിപ്പോകുന്നു? തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം തിരുവെഴുത്ത് വേണ്ട വിധത്തിൽ അറിയത്തില്ല. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്ന് പരീശന്മാരും സദൂക്യരും മഹാപുരോഹിതന്മാരും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഫേസ് ചെയ്ത ഒരു അധ്യാപകൻ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്ന് അവർ ചോദിച്ചു, ഗുരു, നിന്റെ ശിഷ്യന്മാർ ശവത്തിൽ വിളഭൂമിയിലൂടെ പോയപ്പോൾ അവൻ തന്റെ കതിർ പറിച്ച് തിരുമ്മി കഴിക്കുന്നു, നീ കണ്ടില്ലേ? ഇതെന്താ ഇത്? നീ എന്താ അവരെ ശാസിക്കാത്തത്? ഉടനെ കർത്താവ് അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ദാവീദ് പണ്ട് എന്താ ചെയ്തത്? വിശന്നപ്പോൾ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാൻ വെച്ചിരുന്ന ആഹാരം എടുത്ത് ഭക്ഷിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? എങ്ങനെയാ ചോദിച്ചത്? ആ തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കാത്തത് കൊണ്ടാണ്. തിരുവെഴുത്ത് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. തിരുവെഴുത്ത് നമ്മൾ ശരിയായി വായിച്ചാൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. മറ്റൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നു. ഇതാ, ഒരു വീട്ടിൽ 7 സഹോദരന്മാരുണ്ട്. മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ മരിച്ചുപോയി. അവന്റെ സഹോദരൻ അവളെ വിവാഹം കഴിച്ചു, അവനും മരിച്ചുപോയി. ഇങ്ങനെ 7 സഹോദരന്മാരും അവളെ വിവാഹം കഴിച്ചു. ആർക്കും കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. അടുത്ത ചോദ്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഉടനെ കർത്താവ് ചോദിക്കുന്നു, തിരുവെഴുത്തറിയായി കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? സ്വർഗത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, വിവാഹത്തിന് വാങ്ങുന്നതുമില്ല. സ്വർഗം അതിനുള്ള സ്ഥലമല്ല. തിരുവെഴുത്തുകൾ അറിയായത് കൊണ്ട് അനേകർ തെറ്റിപ്പോകുന്നുവെന്ന് യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുന്നു. തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി വായിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്താ തിരുവെഴുത്ത് പറയുന്നത്? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ഞാൻ പോകുന്ന പാതയിൽ വഴിതെറ്റി പോകാതിരിപ്പാൻ എന്റെ മുമ്പിൽ ഒരു ടോർച്ചായിട്ട് ഈ തിരുവെഴുത്ത് എന്നോടുകൂടെ കാണും. തിരുവെഴുത്ത് എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ വഴി തെറ്റുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് വിളിച്ചു പറയും, തെറ്റുന്ന വഴി ഏതാണെന്ന് എന്നെ കാണിച്ചു തരും. അപ്പൊ തിരുവെഴുത്തും ദൈവശക്തിയും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നാം ഒരു നാളും തെറ്റിപ്പോകത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും നിങ്ങൾ അറിയായ കൊണ്ടത്രേ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ ഒരാന്തരികമാകുന്ന ദാഹം നമുക്കുണ്ടാകണം. ലഭിക്കുന്ന സമയങ്ങൾ തിരുവെഴുത്ത് വായിക്കണം. തിരുവെഴുത്ത് തുറന്നു വെച്ച് ഉച്ചത്തിൽ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. തിരുവെഴുത്തിലെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് ആരെ പോലെ? തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, ഷണ്ണൻ, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ആ വ്യക്തി തേരിലിരുന്നു കൊണ്ട്, ഓടിപ്പോകുന്ന തേരിലിരുന്ന് ഉച്ചത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം താൻ ദാഹത്തോടെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഉപദേശിയോട് പറഞ്ഞു, എഴുന്നേക്കടാ, നിർജ്ജന പ്രദേശത്തേക്ക് പൊയ്ക്കോ. ആ ഒരുത്തൻ വേദപുസ്തകം വായിച്ചുകൊണ്ട് വരുന്നുണ്ട്, പക്ഷെ അവൻ ഒരു പൊരുളും അറിയത്തില്ല. അവൻ ഉച്ചത്തിൽ വായിക്കുന്നുണ്ട്. നീ അതിനോട് ചേർന്ന് നടന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, വായിക്കുന്നത് വല്ലതും നീ ഗ്രഹിക്കുന്നുവോ? ഇത് ഷണ്ണനോടല്ല ചോദിക്കുന്നത്, ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുക. വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കാൻ ഒരു താല്പര്യമുണ്ടോ? കടമ നിറവേറ്റാൻ മലയാള മനോരമ വായിക്കുന്നത് പോലെ അല്ല നമ്മൾ ബൈബിൾ വായിക്കുന്നത്. തിരുവെഴുത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. തിരുവെഴുത്ത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. തിരുവെഴുത്ത് ജീവനുള്ള ഒരു വിത്ത. തിരുവെഴുത്തിന് ജീവൻ പകരാൻ കഴിയും. ചൈതന്യം. ആദ്യം കരങ്ങളിലെടുത്തിട്ട് വേദപുസ്തകം അടച്ചു വെച്ചിട്ട് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ തിരുവെഴുത്ത് ജീവിപ്പിക്കാൻ ശക്തിയുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്റെ കരങ്ങളിൽ തന്നതിനായി സ്തോത്രം. ഇത് ഞാൻ വായിക്കുമ്പോൾ ഇതിനകത്തെ അത്ഭുതങ്ങൾ കാണാൻ എന്റെ കണ്ണു തുറക്കണമേ. ആ പ്രാർത്ഥനയോടെ വേദപുസ്തകത്തിന്റെ താളുകൾ എന്നും അവിടുന്നും ഇവിടുന്നും വായിക്കാനല്ല. അതല്ല ഒരു ശരിയായ ബൈബിൾ വായന. ബൈബിൾ വായിക്കുമ്പോൾ ഓർഡറായി സിസ്റ്റമാറ്റിക്കായി വായിക്കണം. എല്ലാവർക്കും വായിക്കുന്ന ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. ആ ബൈബിളിനോടുകൂടെ ഒരു പേനയുണ്ടായിരിക്കണം. ആ ബൈബിളിൽ നിങ്ങൾക്ക് വെക്കുവാൻ ഒരു മാർക്കർ ഉണ്ടായിരിക്കണം. ഏത് പേജ് നിങ്ങൾ വായിച്ചു, എത്ര അധ്യായം വായിച്ചു, അവിടെ ഒരു അടയാളം വെക്കുക. അടുത്ത ദിവസം അവിടെ ഇവിടെ കിടന്ന് ഏതെങ്കിലും വേദഭാഗം എടുത്ത് വായിച്ചേച്ച് ധൃതി പിടിച്ചു പോവുകയല്ല. അതിനായി ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് വായിച്ചാൽ എന്നും ദൈവശബ്ദമുണ്ടാകും. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. നിങ്ങളോട് സംസാരിപ്പാൻ തെറ്റു പറയാതെ, നിങ്ങളെ വഞ്ചിക്കാതെ സംസാരിക്കുന്ന ഒരേ ഒരു ദൈവശബ്ദം ദൈവത്തിന്റെ തിരുവെഴുത്താണ്.
ആ തിരുവെഴുത്തിലൂടെ നിങ്ങളൊരു ശബ്ദം കേട്ടാൽ പിന്നെ സംശയിക്കേണ്ട, അത് കറക്റ്റ് ആയിരിക്കും. തിരുവെഴുത്തും ദൈവശക്തിയും അറിയായിക കൊണ്ട് അനേകം തെറ്റിപ്പോകുന്നു. രണ്ടാമതായി നമ്മൾ തെറ്റിപ്പോകുന്ന ഭാഗം എവിടെയാണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യെശയ്യാവ് 9:16. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ജനത്തെ നടത്തുന്നവർ, എല്ലാ ജനത്തെയും നടത്താൻ ഒരാളെ ദൈവം മുമ്പിൽ വെക്കും. മോശയുടെയും അഹരോന്റെയും കയ്യാൽ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തി. നടത്തിപ്പുകാരൻ ദൈവമാണെങ്കിലും അവരുടെ മുമ്പിൽ നടത്തുവാൻ ഒരു ലീഡറിനെ ദൈവം വയ്ക്കും. ആ ലീഡർ ഏത് കാഴ്ചപ്പാടുള്ളവനായിരിക്കുമോ ആ കാഴ്ചപ്പാടായിരിക്കും ജനത്തിന്. ആ ലീഡർ ഏത് ദർശനമുള്ള വ്യക്തിയായിരിക്കുമോ ആ ദർശനമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ആ വിശ്വാസികൾക്ക്. ഒരു സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ അധ്യാപികയ്ക്ക് എന്ത് ദർശനമാണോ ആ ദർശനമായിരിക്കും ഒരു വർഷം തന്റെ മുമ്പിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് താൻ പകർന്നു കൊടുക്കുന്നത്. നമ്മളെ നടത്തുന്നവർ തെറ്റിയവരായാൽ ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നവരും തെറ്റപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളെ നടത്തുന്നവർ കാഴ്ചപ്പാടും മങ്ങിപ്പോയാൽ അതിനെ അനുഗമിക്കുന്ന ജനങ്ങളും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്താ തിരുവെഴുത്ത് പറയുന്നത്? വളരെ ഭയത്തോടെ വായിക്കുക. നടത്തുന്നവർ നിമിത്തം തെറ്റിപ്പോകാൻ ഇടയുണ്ടെന്ന് യേശു പറയുന്നു. ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഇവിടെയാണ് നമ്മൾ തിരുവെഴുത്തിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ കാലയളവിൽ ദൈവം നമ്മെ നടത്തുവാൻ ആക്കി വെക്കുന്ന വ്യക്തികൾ, അവർക്ക് ദർശനം കൊടുക്കുവാൻ, അവർക്ക് കാഴ്ചപ്പാട് കൊടുക്കുവാൻ, അവർ ദൈവ നിയോഗത്തിൽ നിൽക്കുവാൻ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരണികളുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഒറ്റ അഭിഷക്തൻ പോലും ദൈവകൃപയിൽ നിന്ന് വീഴത്തില്ല. ഒരാൾ വീണെന്ന് കേൾക്കാൻ എളുപ്പമാ, സന്തോഷിക്കാനും നല്ല ഹൃദയം കാണും നമുക്ക്. പക്ഷെ ഒരു ചോദ്യം ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട്, ഇവൻ വീഴാതിരിപ്പാൻ നീ പ്രാർത്ഥിച്ചായിരുന്നോ? ഒരു കൂട്ടം ജനം ഒരു അഭിഷക്തനെ ചുറ്റി നിന്ന് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ജനശക്തികൾ അവരെ തകർക്കത്തില്ല, അവരുടെ കാഴ്ചപ്പാട് മങ്ങിപ്പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് കാഴ്ചപ്പാടുള്ള ഒരു അഭിഷക്തൻ അതിന്റെ നടുവിൽ ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കാത്ത സഭയ്ക്ക് അത് കിട്ടത്തില്ല. പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് അത് ലഭിച്ചിരിക്കും. നല്ല ഒരു നടത്തിപ്പുകാരൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകത്തില്ല. എന്താ തിരുവെഴുത്ത് പറയുന്നത്? നടത്തുന്നവരാൽ അവരെന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. യെരമ്യാ പ്രവാചകൻ അല്പം നമ്മൾ വായിച്ചതാണെങ്കിൽ ഒന്നുകൂടെ. യെരമ്യാ പ്രവാചകൻ 23:31-32. യെരമ്യാവ് 23:31-32. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർ ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ ആ പ്രവാചകന്മാർക്ക് ഞാൻ എന്താകുന്നു? വിരോധമാകുന്നു. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്കുകൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും ആരാ തെറ്റിക്കുന്നേ? ആരാ തെറ്റുന്നേ? പുറത്തുള്ളവരല്ല, എന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്ന വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ 28ാമത് വാക്യം വായിക്കാമോ? സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്ന ലഭിച്ചിരിക്കുന്നവർ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ? ഇവിടെ സ്വപ്നം വേണ്ടാന്നല്ല, ഇവിടെ പ്രവചനം വേണ്ടാന്നല്ല, ഇവിടെ വചനം വേണ്ട. നമുക്ക് പറ്റിയ തെറ്റെന്താ പറയുക? നമുക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ വചനം നന്നായി പഠിച്ച നല്ല വചനം അറിയാവുന്ന ദൈവദാസന്മാർ എഴുന്നേറ്റ് പ്രവചനത്തെ വിട്ടു. പ്രവചനത്തിനൊന്നും വല്ല കാര്യം, പ്രവചനമൊന്നും വേണ്ട, വചനം മതി. ഈ പ്രവചനമുള്ളവന്മാർ എഴുന്നേറ്റ് എന്തെങ്കിലും അറിയോ? പ്രവചനമുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് കുറെ വചനമൊന്നും കിട്ടേണ്ട കാര്യമില്ല, ദൂത് പ്രാപിക്കണം. പ്രവാചകന്മാർ എഴുന്നേറ്റ് വചനത്തെ വിട്ടും, വചനമുള്ളവർ എഴുന്നേറ്റ് പ്രവാചകനെ വിട്ടും. ഇവിടെ വെട്ടല്ല വേണ്ടത്. ദൈവസഭയ്ക്ക് നല്ല ഈടുറ്റ പ്രവാചകന്മാർ വേണം. പാപം ചെയ്തിട്ടൊരു വ്യക്തി വന്നിരുന്നാൽ അവരെ വിവേചിച്ച് സംസാരിക്കുന്ന പ്രവാചകന്മാർ വേണം. വിദേശ രാജ്യങ്ങൾ
സ്ഥലങ്ങളിലേക്ക് ആളുകളെ അയക്കുന്ന പ്രവാചകന്മാരെ അല്ല നമുക്ക് വേണ്ടത്. എയ്റോപ്ലെയിൻ കാണുന്നവരെ അല്ല നമുക്ക് വേണ്ടത്. പേപ്പറുകൾ മാറി മാറി വരുന്നെന്ന് പറയുന്നവരെ അല്ല വേണ്ടത്. നമ്മുടെ അകത്തിരിക്കുന്ന പാപത്തെ പുറത്തു കൊണ്ടുവന്ന് അനുദപിപ്പിക്കാൻ കഴിയുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കണം. എന്താ ശമരിയാക്കാരി സ്ത്രീയുടെ മുമ്പിൽ യേശു നിന്നപ്പോൾ അവൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സ്ത്രീ പറഞ്ഞ ഒരു പദമുണ്ട്. ആ യേശു ക്രിസ്തുവോട് ഉള്ളനാളുകളിൽ പറഞ്ഞപ്പോൾ നീ ഒരു പ്രവാചകനാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴാ പറഞ്ഞത്? അവരുടെ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോ. ശരിക്കും പ്രവാചകന്മാർ വന്നാൽ മുൻപിലിരിക്കാൻ ജനങ്ങൾ ഭയപ്പെട്ട ഒരു കാലമുണ്ട്. ഒരു പ്രവാചകൻ സഭയിൽ വരുമ്പോൾ മുൻപിലിരിക്കാൻ ഭയപ്പെട്ട ഒരു കാലമുണ്ട്. കാരണം പാവങ്ങളെ വിരൽ ചൂണ്ടി പറയുന്ന പ്രവാചകന്മാർ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു. നമ്മളും നമ്മുടെ കുറവൊന്നും പറയാൻ വേണ്ടി അല്ലല്ലോ ഒരാളെ വിളിച്ചു വരുത്തുന്നത്. ഒരാളെ വിളിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിപ്പിക്കുന്നത് പോലും നമ്മുടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ കുറവുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ അല്ലല്ലോ നമ്മൾ ആരെയും വിളിക്കുന്നത്. നമുക്കും ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ആ പുള്ളി പറഞ്ഞാൽ നല്ല പ്രവാചകൻ, പുള്ളി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പുള്ളിക്ക് ഒന്നും വെളിപ്പെട്ടിട്ടില്ല, പുള്ളിക്ക് എന്റെ കാര്യം ഒന്നും. ദൈവസഭയ്ക്ക് പ്രവചന ശുശ്രൂഷ വേണം. അനേകരെ വിശ്വാസത്തിലേക്ക് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പ്രവചനമാണ് എന്നെ വിശ്വാസത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ ചലിപ്പിച്ചത്. ഒരു മർദ്ദമായ യുവാവായിരുന്ന എന്നെ 22ാമത്തെ വയസ്സിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി പ്രവചിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ദൈവശബ്ദത്തിന്റെ മുൻപിലാണ് ഞാൻ മർദ്ദോമ സഭയിൽ നിന്ന് ഒരാദ്യ ചുവട് വിശ്വാസത്തിന് വേണ്ടി എടുത്തു വെച്ചത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാൽ പറയും ഒരു പ്രവചനമായിരുന്നു ദൈവം ഇടപെട്ടത്. പ്രവചനത്തിന് ശക്തിയുണ്ട്, വചനത്തിന് ശക്തിയുണ്ട്. പ്രവചനം കിട്ടിയവർ അത് വിശ്വസ്തയോടെ പറയട്ടെ, വചനം കിട്ടിയവർ അത് വിശ്വസ്തയോടെ പറയട്ടെ. രണ്ടിനെയും മാറ്റി നിർത്താൻ തിരുവെഴുത്ത് പറയുന്നില്ല. എന്നാൽ വ്യാജപ്രവാചകന്മാർ നിങ്ങളുടെ അരികിൽ വന്ന് വ്യാജം പ്രവചിച്ചിട്ട് നിങ്ങളെ വഴിതെറ്റിക്കും. ഇത് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറഞ്ഞത് ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത് മുറിയെ പിടിക്കും. അതിന്റെ അർത്ഥം അതിനകത്ത് ചീത്തയും വരാം. ഒരു പ്രവചനത്തിന്റെ മുമ്പിൽ അത് മാനുഷികമാകാം, അത് സ്വയത്തിൽ നിന്ന് പറയാം, അത് ദൈവാത്മാവിന് പറയാം, അത് ദുരാത്മാവിന് പറയാം. സാഹചര്യങ്ങളെ മൊത്തം കൂടെ വിലയിരുത്തിയിട്ട് നന്നായി വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാന്റിയുടെ തലയോട്ട് കൈവച്ച് മകളെ നിന്റെ കണ്ണുനീരിന് ഒരുപാട് മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഔട്ട്വേഡ് ദൂതയാകത്തുള്ളൂ. കണ്ണുനീരോട് എല്ലാവരോടും ആ ദൂത് പറഞ്ഞൊപ്പിക്കാം. പക്ഷെ അതല്ല, അവരുടെ ആന്തരിക വിഷയങ്ങളെ തൊടാനൊരു പ്രവാചകൻ കഴിയണം. ഒരു മെസ്സേജുമായി വരുന്ന ദൈവദാസന് വീട്ടിൽ നിന്ന് ദൂത് ഒരുക്കിക്കൊണ്ടുവരാം. പക്ഷെ ഒരു പ്രവാചകന് അവിടെ ഇരിക്കുന്ന ഇന്ന മൂലയ്ക്ക് ഇരിക്കുന്ന ഇന്ന ആളോട് ഇങ്ങനെ പറയണമെന്ന് വീട്ടിൽ നിന്ന് കരുതിക്കൂട്ടി വരാൻ പറ്റത്തില്ല. പുള്ളി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രകാശിപ്പിക്കുകയാണ്. അതാ പ്രവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവിക വെളിപ്പാടോടെ വരുമ്പോൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ആത്മാവിൽ ദർശിപ്പാൻ അദ്ദേഹത്തിന് കണ്ണുകളുണ്ട്. അതായിരിക്കും ദൈവിക പ്രവചനത്തിന്റെ ശക്തി. ഇവിടെ എന്താ ഞാൻ രണ്ടിനെയും ബാലൻസ് ചെയ്താ സംസാരിക്കുന്നത്. പ്രവചനത്തിന് ശക്തിയുണ്ട്, വചനത്തിനും ശക്തിയുണ്ട്. അത് രണ്ടും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാൻ ദൈവം തന്റെ അഭിഷക്തന്മാരെ ആക്കിയിരിക്കുന്നു. പക്ഷെ വ്യാജ പ്രവാചകന്മാർ എഴുന്നേറ്റ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന ചരക്ക് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാചിനറിയാം ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വശീകരിക്കപ്പെട്ട് ആകർഷിക്കപ്പെട്ട് വീഴുന്നത് പ്രവാചകന്മാരുടെ ശുശ്രൂഷയിലാണ്. അതുകൊണ്ട് പലരെയും തെറ്റിച്ച് കളയുവാൻ പിശാച് ആ കുപ്പായം തന്നെ ഇട്ടുകൊണ്ട് ആത്മീയ ഗോളത്തിൽ യഥേഷ്ടം വിലസിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങളെ വ്യാജ പ്രവാചകന്മാർ തെറ്റിച്ച് കളയാൻ ഇടയുണ്ട്. തീർന്നില്ല, വീണ്ടും നമുക്ക് വായിക്കാം. അടുത്തത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 47 4-ാമത്തെയാണ്. 47:10. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ തെറ്റിച്ച് കളയുന്നത് എന്തുവാണെന്നറിയാമോ? നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും. നമുക്ക് സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ജ്ഞാനം ഉണ്ടായാലും പ്രശ്നമാണ്, അത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. വിദ്യ കൂടിപ്പോയാലും പ്രശ്നമാണ്, വിദ്യ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം അടുത്ത വാക്യത്തിലുണ്ട്. അവിടുന്ന് വായിച്ചു. ജ്ഞാനം കൂടിയാലുള്ളൊരു കുഴപ്പം ഇതാണ്. ജ്ഞാനം കൂടിയാലുള്ളൊരു കുഴപ്പമാണ് ഞാൻ മാത്രം, ഐ ആം ദ ഓൺലി പേഴ്സൺ, ഞാൻ മാത്രം
അത് എന്നിൽ കയറിയാലും നിങ്ങളിൽ കയറിയാലും. ഇതിനകത്ത് ഞാനും ഒഴിവുള്ളവനല്ല, നിങ്ങൾ ഒഴിവുള്ളവനല്ല. ഞാൻ മാത്രം എനിക്ക് തുല്യനായി വേറെ ഒരാൾ മറ്റാരുമില്ല എന്ന് വാവുണ്ട് പറഞ്ഞില്ല. പക്ഷെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി. നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. നിന്റെ ജ്ഞാനവും നിന്റെ വിധി. നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ നിർത്തിയിട്ട് നിങ്ങളെ പഴയ പാമ്പ് നിലത്തോട്ട് പോകാം. എന്താ അവിടെ പറഞ്ഞു? നന്മ തിന്മകളെ തിരിച്ചുള്ള തിരിച്ച അറിവിന്റെ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഔവയ്ക്കും മോഹം ഉണ്ടായിട്ട് കുറച്ചുകൂടെ അറിവ് നേടണം, കുറച്ചുകൂടെ അറിവ് പ്രാപിക്കണം. ആ അറിവിന്റെ വൃക്ഷഫലത്തിലോട്ട് കൈനീട്ടി ഭരിക്കാൻ പിശാച് പ്രേരിപ്പിച്ചത്. ഈ അറിവ് നമ്മളെ ചീർപ്പിക്കും, അറിവ് നമ്മളെ ചീർപ്പിക്കും. ഇനി വെളിപ്പാടായാലും അത് നിമിത്തവും നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അറിവ് നമ്മളെ വഴിതെറ്റിക്കാം, വെളിപ്പാട് നമ്മളെ വഴിതെറ്റിക്കാം. പൗലോസിനും വെളിപ്പാട് കൂടുതലായപ്പോൾ നിഗളം ഉണ്ടാകാതിരിക്കാൻ ഒരു ശൂലം കർത്താവ് തന്നെ നിർത്തി. മനസ്സിലായോ? വെളിപ്പാടുകൾ കൂടിയാലും നമുക്ക് എന്തുണ്ടാകാം? നിഗളം ഉണ്ടാകാം. അതുകൊണ്ട് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തേണ്ടതിന് ഒരു ദൂതനെ ആക്കി. അറിവ് വർദ്ധിക്കുമ്പോൾ അത് നമ്മളെ ചീർപ്പിക്കാം. അറിവും ജ്ഞാനവും വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അഹങ്കാരം അത് മറ്റൊരാളെ പരിഗണിക്കാൻ, മറ്റൊരാളെ കൺസേൺ ചെയ്യാൻ, മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയാതെ ഞാൻ മാത്രം എനിക്ക് തുല്യനായി വേറൊരുവൻ ഇല്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമ്പോൾ നീ തെറ്റാൻ തുടങ്ങി. അറിവും ജ്ഞാനവും നിന്നെ തെറ്റിച്ചു കളയും. അറിവ് നല്ലതാണ്, എല്ലാ മേഖലകളിലും അറിവ് വേണം, ജ്ഞാനം വേണം. പക്ഷെ ജ്ഞാനം രണ്ടുണ്ട്, രണ്ട് വിധത്തിലുള്ള ജ്ഞാനമുണ്ടെന്ന് വേറെ പുസ്തകം പറയുന്നു. വായിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. 3:13. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാ. ദൈവസഭയോട് ചോദിക്കുക, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാ. ജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, വിവേകം നിങ്ങൾക്കുണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ ലക്ഷണം കാണിക്കണം. ജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ ലക്ഷണം കാണിക്കണം. ജ്ഞാനലക്ഷണത്തിന്റെ ഒന്നാമത്തെ റിസൾട്ട് സൗമ്യത ഉണ്ടായിരിക്കും. സൗമ്യതയും നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളും കാണിക്കട്ടെ. കൈപ്പുള്ള ഈർഷ്യയും ശാഠ്യമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും നടത്തത്. അപ്പൊ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പൊ രണ്ട് ജ്ഞാനം ഇവിടെ ഉണ്ട്. ഒന്ന് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, അടുത്തത് ഭൗമികമായ ജ്ഞാനം, മൂന്നാമത്തത് പ്രാകൃതമായ ജ്ഞാനം, നാലാമത്തത് പൈശാചികമായ ജ്ഞാനം. ഇന്ന് രാത്രി ശോധന ചെയ്യണം, എന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം ഏതാണ്? ദൈവം തന്നതാണെങ്കിൽ ഉയരത്തിൽ നിന്ന് തന്ന ജ്ഞാനമാണ്. അല്ലാത്ത ജ്ഞാനമാണെങ്കിൽ അതൊന്നുകിൽ പ്രാകൃതം, അല്ലെങ്കിൽ പൈശാചികം, അല്ലെങ്കിൽ ഭൗമികം. ഭൗമികമായ ജ്ഞാനമുണ്ട്, പ്രാകൃതമായ ജ്ഞാനമുണ്ട്, പൈശാചികമായ ജ്ഞാനമുണ്ട്. അപ്പോൾ തന്നെ ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമുണ്ട്. ലോകത്തെ ജ്ഞാനികൾ ഏറെയുണ്ട്, കുലീനന്മാർ ഏറെയുണ്ട്. നിങ്ങളെ വിളിയെ നോക്കുകയും ജ്ഞാനികളെ രചിപ്പിക്കുവാൻ ഭോഷത്വമായത് ദൈവം എന്തിരിക്കുന്നു? തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രചിപ്പാൻ ബലഹീനമായതിനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ദൈവം ജ്ഞാനികളെ അല്ല നോക്കിയത്. ഇന്ത്യയിൽ അങ്ങനെ തെരഞ്ഞെടുക്കണമായിരുന്നെങ്കിൽ TN ശേഷനെ തെരഞ്ഞെടുക്കണം, അടൽ ബിഹാരി വാജ്പേയിയെ തെരഞ്ഞെടുക്കണം. വാജ്പേയിയെ പോലെ ഒരാൾ, ശേഷനെ പോലെ ഒരാൾ ദൈവസഭയ്ക്കകത്ത് വന്നാൽ അവരുടെ ജ്ഞാനം ഈ ദൈവസഭയ്ക്കകത്ത് ഉപയോഗിച്ചാൽ ഇതെങ്ങനെ വൃത്തിയായി പണിയാമായിരുന്നു. പക്ഷേ അവരെ ലജ്ജിപ്പിക്കുവാൻ 1-ാം ക്ലാസ്സുകാരനെയും 4-ാം ക്ലാസ്സുകാരനെയും ദൈവം തെരഞ്ഞെടുത്ത് തന്റെ മനോഹരമായ സഭ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവും? ഉയരത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന ജ്ഞാനം അത് പൈശാചികമല്ല, പ്രാകൃതമല്ല, അത് ഭൗമികമല്ല. വായിച്ചേ, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുണ്ട്. ഉയരത്തിൽ
നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്ത ജ്ഞാനമായിരിക്കും ദൈവം ഉയർത്തി ഇത് കൊടുക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ബോധപ്പെടുത്താം. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ചോദിക്കേണ്ടത് ഈ ജ്ഞാനമാണ്. യാക്കോബ് തുടങ്ങിയത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, ആ വാക്യം എങ്ങനെയാ? നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട്, അങ്ങനെയാണോ? അല്ല, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ നിർത്തുക. എന്നിട്ട് അടുത്ത വാക്യം: ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട്. നമ്മളെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് അറിയാമോ? നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ. അങ്ങനല്ല, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വഴക്ക് പറയാതെ ഇങ്ങോട്ട് തരാനൊരു ദൈവമുണ്ട്. ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ഏത് ദൈവത്തോട്? ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അങ്ങനെ അത് വായിക്കേണ്ടത്. നമ്മൾ വായിച്ചതിനകത്ത് കുഴപ്പമാണ്. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അങ്ങനെയല്ല വാക്യം വായിക്കേണ്ടത്. ആ വാക്യം ഇങ്ങനെ വായിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് അതിന് വ്യാഖ്യാനം കിട്ടും. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ദൈവിക ജ്ഞാനം, ഡിവൈൻ വിസ്ഡം. ശലോമോൻ ഇങ്ങനെ ചോദിച്ചു: ഈ ജനത്തെ നടത്തുവാൻ എനിക്ക് ഗുണവും ദോഷവും തിരിച്ചറിയാൻ വിവേകമുള്ള ജ്ഞാനമുള്ളൊരു ഹൃദയം തരണമേ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതായതിനെ കുറിച്ച് അവിടെ പറയുന്നത്. ജ്ഞാനം രണ്ടുണ്ട്. ജ്ഞാനം വർദ്ധിച്ചാൽ, വിവേകം വർദ്ധിച്ചാൽ, അറിവ് വർദ്ധിച്ചാലും ചിലര് തെറ്റിപ്പോകാം. അപ്പോൾ സ്വയത്തിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യം: എന്നെ പോലെ എനിക്ക് തുല്യനായി വേറൊരുത്തൻ ഇല്ല. ഈ ചിന്ത നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. വായിക്കാം നമുക്ക് അടുത്ത വാക്യത്തിലേക്ക്. യെശയ്യാപ്രവചനം 44:20. വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ എന്ത് ചെയ്യുന്നു? തെറ്റിച്ചു കളയുന്നു. 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് രാത്രി മനസ്സിലായോ? നമ്മളെ ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. തെറ്റിപ്പോകാനുള്ള സാധ്യതകളാണ് ഞാൻ ഈ പറഞ്ഞത്. വഞ്ചിക്കപ്പെട്ട, വഞ്ചനയുള്ള ഹൃദയം നമ്മളെ തെറ്റിച്ചു കളയും. വഞ്ചന നമുക്കറിയാമല്ലോ. പൗലോസ് ഏദൻ തോട്ടത്തിൽ നടന്ന സംഭവത്തെ കുറിച്ച് എഴുതുമ്പോൾ താൻ പറയുന്നു, ആദമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ടത്. കൊരിന്ത്യലേഖനത്തിലേക്ക് നമ്മുടെ ചിന്ത ഒന്ന് കൊണ്ടുവരാം. ആ വഞ്ചനയെ കുറിച്ച് അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹൗവയെ എങ്ങനെ ചതിച്ചെന്ന? ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിങ്ങളുടെ നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് പറഞ്ഞു, റോമൻ ചക്രവർത്തിയുടെ വാൾ എനിക്ക് ഭയമല്ല, റോമൻ ചക്രവർത്തിയുടെ അഭിമാനങ്ങളോ നിയമങ്ങളോ ഞാൻ ഭയപ്പെടുകയില്ല. യെരൂശലേമിൽ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും എന്നോട് ദൂത് പറയുന്നു. പക്ഷെ യെരൂശലേമിലേക്ക് പോകാൻ എനിക്ക് ഭയമില്ല. പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ഭയമുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ മനസ്സിനെ മാറ്റുക, നമ്മുടെ മനസ്സിനെ മാറ്റുക. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ ഇവിടെ ഇരുത്തുക. ഇത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. സഭായോഗത്തിന് ചെന്നില്ലേ പ്രശ്നമാണ്. പാസ്റ്റർ അന്വേഷിക്കും, കൂട്ടുവിശ്വാസികൾ അന്വേഷിക്കും. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നീ ഒരു കാര്യം ചെയ്യ്, വേഗത്തിൽ ഒരുങ്ങ്. വണ്ടിക്കൂലിക്ക് പൈസ ഞാൻ തരാം, നീ യോഗത്തിന് പോ എന്ന് ലൂസിഫർ നമ്മളോട് പറയും. അവൻ പറയുന്ന യോഗത്തിന് നീ പോകുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ നിന്റെ ശരീരം അവിടെ കൊണ്ടുവയ്ക്കണം. നിന്റെ അതരം കൊണ്ട് നീ ഇഷ്ടം പോലെ സ്തോത്രം പറയണം. അപ്പൊ കാണുന്നവർക്ക് നീ വന്നു, നീ ആരാധിച്ചു, പക്ഷെ നിന്റെ ഹൃദയം എനിക്ക് തന്നേക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഈ ജനം അടുത്തു വന്ന് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ ഹൃദയം കൊണ്ട് അവർ വളരെ ദൂരെയാണ്. ഇത് പറഞ്ഞപ്പോഴും പലരുടെ ഹൃദയം ഇല്ല. പലരുടെ ഹൃദയം എവിടാണെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം കാണുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ഒരു ദൈവം ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. ഇവിടെ സ്തോത്രം പറയുന്ന അതരങ്ങളെ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ.
ഇരിക്കുന്ന ഹൃദയം എവിടെയാണെന്ന് സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ഹൃദയം ഇവിടെ ഇരിപ്പാൻ നീ പരിശ്രമിക്കുക. ഒരു ശരീരം കൊണ്ടുവച്ചാൽ അത് ആരാധനയാകത്തില്ല. അതരം തുടർന്ന് ദൈവത്തെ സ്തുതിച്ചാൽ അത് ആരാധനയാകത്തില്ല. ദൈവം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഏത് ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നു? പൂർണ്ണ ഹൃദയത്തോടെ. നമ്മുടെ മനസ്സ് മാറ്റുക, നമ്മുടെ ചിന്ത മാറ്റുക. എന്താ പിശാച്? അന്ന് ഔവ്വായുടെ അടുത്ത് പിശാച് ചെല്ലാൻ ഉപായത്താൽ കയറി വന്ന ഉദാഹരണം ഏതാണെന്നറിയാമോ? ഉപായത്താൽ പാമ്പ്. ഇന്ന് ഉപായത്താൽ പാമ്പ് വരുന്നില്ല. ഇന്ന് ഉപായത്താൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ പേര് ഞാൻ പറയാം. ഒന്ന്, ഫേസ്ബുക്ക്. കണ്ടോ, പലരുടെ മുഖത്ത് മാറ്റം വന്നുണ്ടോ? 24 മണിക്കൂറും ഫേസ്ബുക്കിന്റെ മുമ്പിൽ ഇരിക്കുന്ന പൈശാചിക വ്യാപാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നില്ലെങ്കിൽ അനർത്ഥത്തിലേക്ക് വഴിപോകും. ഇതുകൊണ്ട് ഒരു ആത്മീയ വർധനവും ഇല്ല. എവിടുന്നെങ്കിലും വരുന്ന എന്തെങ്കിലും കുറെ സാധനത്തിന് കുറെ പോസ്റ്റ് ചെയ്യാനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഫേസ്ബുക്ക് നല്ലതാ, ഫ്രണ്ട്സ് നല്ലതാ. പക്ഷേ 24 മണിക്കൂറും ഒരു ദിവസത്തിൽ വേദപുസ്തകത്തിന് 10 മിനിറ്റ് പോലും ചെലവഴിക്കാതെ മണിക്കൂറുകൾ അതിന്റെ മുമ്പിൽ ചെലവഴിക്കുമ്പോൾ നിന്റെ മനസ്സ് മാത്രമല്ല, നിന്നെ പിശാച് കൊണ്ടുപോയി. ഞാനിതൊരു മോഡേൺ ഉപദേശിയാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അല്ല, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, ഫേസ്ബുക്ക് നല്ലതൊക്കെ തന്നെ. പക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി ശോധനയ്ക്ക് എന്റെ പ്രാർത്ഥനയേക്കാൾ, എന്റെ ബൈബിൾ വായനയേക്കാൾ അധികം സമയം ഞാൻ അതിന്റെ മുൻപിലുണ്ടോ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് എന്റെ മനസ്സിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യത്തിലും ഞാൻ എന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇത്രയൊന്നും മോഹന സ്വർഗത്തിലുണ്ടായിരിക്കണം. പാസ്റ്റർ, ഈ ആധുനിക തലമുറയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ഇതൊക്കെയാണോ? ഇതൊക്കെ അതിവിശുദ്ധിയല്ലേ? ഇന്ന് ആർക്കാ ഒരു ഫേസ്ബുക്ക് വേണ്ടാത്തത്? ഫേസ്ബുക്ക് ഇല്ലാത്തവനാണോ? ഇതുവേണേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, നിർമ്മലത അത് നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഉപകരണമെങ്കിൽ ഇതിനോടും വിട പറയാൻ നമ്മൾ തയ്യാറാണ്. ഇതിന്റെ പർപ്പസ് മറ്റൊരാളുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുക. അതിലുപരിയായി 24 മണിക്കൂർ അതിനകത്ത് കളിക്കുന്ന ആ ഒരു പ്രലോഭനം നമ്മുടെ കരങ്ങളിൽ വന്നാൽ നമ്മൾ അതിനോട് വിട പറയണം. പാപത്തെ ഇന്ന് നമ്മുടെ മുമ്പിൽ പിശാച് കൊണ്ടുവരുന്നത് ഏത് രൂപത്തിലാണെന്ന് തിരിച്ചറിയണം. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ ഇടയാകരുത്. ഫേസ്ബുക്കിന്റെ രൂപത്തിലും ഓർക്കുട്ടിന്റെ രൂപത്തിലും സിനിമ സ്റ്റൈലിലും മൊബൈൽ രൂപത്തിലുമൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പണ്ട് ഔവ്വായുടെ മുമ്പിൽ ഉപായത്താൽ അവളുടെ അരിയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു നിന്ന പിശാച് ഇന്ന് മോഡേൺ രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ നോക്കുമ്പോൾ സഭയിൽ ഞങ്ങൾക്ക് സംശയം കൊടുക്കുന്നു. എന്റെ മെമ്പർഷിപ്പ് അവിടെയുണ്ട്, ഞാൻ അവിടുത്തെ പ്രധാന ആളാണ്, എനിക്കവിടെ ഒരു കുഴപ്പവുമില്ല, എല്ലാ ആരാധനയ്ക്കും ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞു ഇന്ന് രാത്രി 1 മണി വരെയും എന്റെ ചിന്ത എവിടാ? ഇതിന്റെയൊക്കെ മുമ്പിൽ ഇരുന്നാൽ എഴുന്നേക്കാൻ തോന്നുമോ? നീണ്ടു കിടക്കുമല്ലേ വന്നിരിക്കുന്ന റിക്വസ്റ്റുകൾ മുഴുവനും. എല്ലാം വായിച്ചേറ്റ അമ്മാവയ്ക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ? കൊടുത്തില്ലേ പിന്നെ അതൊരു പ്രശ്നമല്ലേ? അങ്കിളിനൊരു മറുപടി കൊടുക്കണ്ടേ? ബ്രദറിനൊരു മറുപടി കൊടുക്കണ്ടേ? സിസ്റ്ററിനൊരു മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ഞാൻ ക്രിസ്തുവിൽ നിന്ന് അകലുന്നു. പിശാചിന് ഒന്നേ ഉള്ളൂ, ക്രിസ്തുവിൽ നിന്ന് എന്റെ ചിന്ത മാറ്റുക, ക്രിസ്തുവിൽ നിന്ന് എന്റെ ഏകാഗ്രത മാറ്റുക. പൗലോസ് ഗലാത്യ സഭയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്ര വേഗത്തിൽ നിങ്ങൾ മറിഞ്ഞു പോയല്ലോ, നിങ്ങൾ മറ്റൊന്നിലേക്ക് മറിഞ്ഞു പോയല്ലോ. ദൈവമക്കൾ ഈ നാളുകളിൽ ചിലത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്. പക്ഷെ വിലക്കപ്പെട്ട ചില മേഖലകളുണ്ട്. അതിരുകളെ നമ്മൾ വെക്കാൻ മനസ്സിലാക്കണം. നമ്മളെ ചതിക്കുന്നത് ആരാണ്? നമ്മളെ ചതിക്കുന്ന ഉപകരണങ്ങൾ ഏതാണ്? ഇവിടെ ദൈവമക്കൾ ഈ നാളുകളിൽ വേദപുസ്തകം ഒരു ദിവസം പോലും വായിക്കാതെ, എന്നാൽ ഡെയിലി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അസ്വസ്ഥതയുള്ളവരുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടെങ്കിലും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ
2 മണിക്കൂർ കുറഞ്ഞു തിരിക്കാതെ എഴുന്നേക്കാൻ പറ്റില്ല. ചിലരെ കുനിഞ്ഞു തിരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിനകത്ത് യാഥാർത്ഥ്യമില്ല. എന്റെ പ്രിയ ദൈവമക്കളെ, എനിക്കൊന്നേ ഉള്ളൂ നിങ്ങളോട് പറയുക, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിങ്ങളുടെ നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സിനെ വലിച്ചടച്ചുകൊണ്ട് പോകുന്ന ചിന്തകളിൽ നിങ്ങൾ മടങ്ങി വരികയും ഇതൊന്നുമില്ലാതെയും നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത കാലത്തും ജീവിച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രായമുള്ള വൈദികന്റെ മെസ്സേജ് ശാലി ടിവിയിൽ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പണ്ടത്തെ കാലത്തെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് മാതാപിതാക്കന്മാർക്ക് യാതൊരു അക്ഷരാഭ്യാസവുമില്ല. സാക്ഷരത എന്ന് പറയുന്നത് അവരുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല. പക്ഷേ അവരന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് വേദപുസ്തകം നന്നായി വായിക്കാൻ അറിയത്തില്ല. പള്ളി എന്ന് പറയുന്നവർ വല്ലപ്പോഴും മാത്രം പോകുന്നതാണ്. എങ്കിലും അവർ ഉച്ചത്തിൽ പറഞ്ഞൊരു ശബ്ദം അപ്രായമുള്ള പുരോഹിതൻ പറയുക, അവര് അടുത്ത തലമുറയോട് പറയും, എടാ മക്കളെ, ദൈവകോപം മരിച്ചു വെക്കല്ലേ, വേറൊരുത്തന്റെ കണ്ണീർ നമ്മുടെ വീടിന്റെ മുമ്പിൽ വീഴല്ലേ. ഇങ്ങനെയൊക്കെ പറയുന്ന ചില പദങ്ങൾ അവരുടെ വായിൽ നിന്ന് വീഴുമ്പോൾ ആ പുരോഹിതൻ പറഞ്ഞത് അതിന്റെ അർത്ഥം അവർക്കൊരു ദൈവഭയം ഉണ്ടായിരുന്നു. വേറൊന്നുമില്ലെങ്കിലും അവരെ അലട്ടിയിരുന്ന ഒരു ദൈവഭയം അവർക്കുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ ആയിരിക്കുമ്പോഴും നിങ്ങളെ കാണുന്ന 2 കണ്ണുകളുണ്ട്. വഞ്ചിക്കപ്പെട്ട ഹൃദയം നമ്മളെ ചതിക്കുകയാണ്. നമ്മളെ ഏതെല്ലാം വഴികളിലൂടെ നമ്മളെ ലക്ഷ്യം തെറ്റിക്കുകയാണ്. ഇവിടെ ഇത്രേ പറഞ്ഞോളൂ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി. അപ്പോൾ തന്നെ നമ്മളെവിടെയുണ്ട്? സഭയിലുണ്ട്. നമ്മളെവിടെയുണ്ട്? നമ്മൾ ചർച്ചിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിനെ അവൻ വലിച്ചിഴച്ചുകൊണ്ടുപോകും. ഇതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു വരും. നമ്മളൊരു വിടുതൽ പ്രാപിക്കാൻ തയ്യാറാകുന്നത്. പിശാച് നമ്മളെ തെറ്റിച്ചു കളയുന്ന 5 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നുകൂടെ ആവർത്തിക്കാം. തിരുവെഴുത്തും ദൈവശക്തിയും അറിയായ്മ കൊണ്ട് നമ്മൾ തെറ്റിപ്പോകുന്നു. 2, നമ്മൾ തെറ്റിപ്പോകാൻ കാരണം നമ്മളെ നടത്തുന്നവർ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ, ദർശനം നഷ്ടപ്പെട്ടാൽ, ദൈവവിളി നഷ്ടപ്പെട്ടാൽ, പിന്നെ അവർ നടത്തുന്നവർ ജനങ്ങളെ തെറ്റിക്കുകയായിരിക്കും. അടുത്ത തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിച്ചത് ഇതാണ്, നമ്മളെ കള്ളപ്രവാചകന്മാർ നിമിത്തം ജനങ്ങൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായി, ജ്ഞാനവും വിദ്യയും അത് ഉയരത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അത് നമ്മളെ തെറ്റിച്ച് കളയാം. ഏറ്റവും ഒടുവിലായി നമ്മൾ ചിന്തിച്ചത് വഞ്ചിക്കുന്ന ഹൃദയം, വഞ്ചിക്കുന്ന ആ പൈശാചിക വ്യാപാരം. എന്താ ഈ വഞ്ചന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒറിജിനലിനേക്കാൾ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക, അതിന് ഒരുപാട് പ്രകാശം നമ്മുടെ മുമ്പിൽ തരിക. ഡൽഹിയിൽ ലാക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ ഏത് ഒറിജിനലിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ലാക്കര എന്ന് പറയുമ്പോഴേ അത് തന്നെ. ഓക്കിൻസ് കുക്കർ നിങ്ങൾ കണ്ടാൽ ഓക്കിൻസ് കുക്കർ എന്ന് പോലും ഇത്രയും തിളക്കാൻ കാണത്തില്ല. പക്ഷെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു അക്ഷരത്തിന്റെ വള്ളി മാറിയിട്ടുണ്ട്. ഏത് സാധനത്തിന്റെയും ലോക്കൽ കിട്ടുന്ന ഏരിയ എന്നതുപോലെ പിശാച് ഒറിജിനലിനേക്കാൾ നമ്മുടെ മുമ്പിൽ വിളങ്ങിപ്പിച്ച് കാണിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റിനായിരിക്കും. അവന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, നമ്മളെ വഞ്ചിക്കുക. അനേക അഭിഷക്തന്മാർ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അനേക വൃതന്മാർ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളെ തെറ്റിക്കുന്ന ഒരാധുനിക ഉപകരണത്തിന്റെ മുമ്പിലും നമ്മൾ ഇരുന്നു കൊടുക്കാൻ തയ്യാറാകരുത്. സമയമാകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യണം. ഓക്കെ, ഫേസ്ബുക്ക് നല്ലതാ, ഇത്ര സമയം, ഹാഫ് ആൻ അവർ അല്ലെ 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഞാൻ അവിടെ ഇരിക്കത്തില്ല. ഞാൻ വേഗത്തിൽ എഴുന്നേക്കും. എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്തെടുക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വിജയാളികൾ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സമയങ്ങളിൽ അന്നസസറി ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആവശ്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുവാനായിട്ടിടയാകരുത്. ആവശ്യമുള്ളതൊന്ന് മാത്രമേ ദൈവം ഏതൻ തോട്ടത്തിൽ നട്ടുള്ളൂ. പക്ഷെ അത് സമയത്തിന് മുമ്പേ ഹൗവയുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയിട്ട് കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമെന്ന് പ്രസംഗിച്ച് കേൾപ്പിച്ച് ധരിപ്പിച്ച് അവരെ വശീകരിച്ച് അത് നിമിത്തം മാനവരാശി മുഴുവനും പാപത്തിൽ അകപ്പെട്ടു. ഇങ്ങനെയാണ് തിരുവെഴുത്തിൽ കാണുന്നത്. ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചുള്ളൂ. നിങ്ങളെ തെറ്റിച്ച് കളയുന്ന പിശാച്
അവനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പഴയ പാമ്പ്. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന അവന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, ഈ ഭൂതലം മുഴുവനും തെറ്റിപ്പോകണം. നിത്യത എന്ന ദർശനത്തോട് ഇറങ്ങി തിരിച്ച ദൈവവൈതലിനെ തെറ്റിച്ച് കളയുന്ന ആ പൈശാചിക വ്യാപാരത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.